ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മീ ആസ്ട്രോബോയ്. നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്ന കെമീസ് എന്ന് പറഞ്ഞൊരു സെർവറിലാണ്. നമ്മൾ കുറേ 2-3 ദിവസമായി നമ്മളിതിൽ വന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു. നമ്മൾ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കി. ബട്ട് അത് ഡയമണ്ട് ആർമർ ഉണ്ടാക്കിയതല്ല, ഒരു ബ്രോ ആയിട്ട് ട്രേഡ് ചെയ്തു. ആൻഡ് 5-6 ഡയമണ്ട്സ് നമുക്ക് മൈൻ ചെയ്തിട്ട് കിട്ടി. അങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വാർഡിൻ്റെ അടുത്തേക്ക് വിളിച്ചെന്ന് അങ്ങനെ വാർഡൻ ഒറ്റക്കൊത്തിൽ എന്നെ കൊല്ലും. ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വാർഡൻ പിന്നെ കൊല്ലും. അങ്ങനെ നമ്മുടെ ഡയമണ്ട് ആർമർ നഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു ബൂട്ടാണ് ആൻഡ് ഒരു ഗോൾഡൻ സോർഡും ഉണ്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമുക്ക് സർവൈവ് ചെയ്തെടുക്കാനായിട്ട്. ആൻഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ദിസ് ഇസ് അവർ ഏരിയ ഗൈസ്. ഓക്കെ, ഈ ഐലൻഡും 2 ഐലൻഡും കൂടി നമ്മുടെ നമ്മുടെ ബേസിനും കസ്റ്റം വില്ലേജ് അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. സോ ഇത്രയും ഇതുണ്ട്. ആൻഡ് 2 ഡെസേർട്ട് വില്ലേജേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. സോ നമ്മൾ അതൊക്കെ എടുത്തുകൊണ്ട് പോന്നു. ആൻഡ് ദിസ് ഇസ് അവർ ഏരിയ ഗൈസ്. ഓക്കെ, നമ്മൾ ഈ ഐലൻഡ് ഒരു ലെവലായിട്ട് ഡേർട്ടൊക്കെ മൈൻ ചെയ്തിട്ട് സെറ്റപ്പ് ആക്കും. എന്നിട്ട് അവിടെ ആയിട്ട് നമ്മൾ ബ്രീഡർ സെറ്റപ്പ് ആക്കും. ബ്രീഡർ അല്ല, ബ്രീഡർ. ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊരു ബ്രീഡറിന്റെ ഒരു സെറ്റപ്പ് ആക്കണം. ആൻഡ് ദിസ് ഇസ് ദ പില്ലർ. ആസ്ട്രോബോയ് പ്ലേസ് ഡോണ്ട് ബിൽഡ് എനിത്തിങ്. ആൻഡ് ആ പില്ലർ ഉണ്ടോ, അവിടുത്തെ ആ പില്ലർ, അതും എൻ്റെ ഐലൻഡാണ്. ആൻഡ് അതും എൻ്റെ ഐലൻഡാണ്. സോ 3 ഐലൻഡാണ് നമ്മുടെ കയ്യിലുള്ളത്. 3 ഐലൻഡ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ടാസ്കുകളുണ്ട്. ടാസ്ക് 5 ടാസ്കുകളാണ് നമ്മുടെ കയ്യിൽ നമുക്കുള്ളത്. സോ ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് 3 ഐലൻഡ് എടുത്തത്. ഇത് നമ്മുടെ കസ്റ്റം വില്ലേജ് എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ട്. അതിനാണ് നമ്മുടെ ഈ ഐലൻഡ് എന്ന് പറയുമ്പോൾ. പിന്നെ വില്ലേജേഴ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഐലൻഡിൽ വരും. അതിന് നേരത്തെ ഞാനൊരു പില്ലർ വെച്ച അപ്പുറത്തെ ഐലൻഡ് അടിച്ചില്ലേ, അവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റാർട്ടർ ബേസ് വരുന്നത്. സോ അതാണ് ടാസ്ക് 1. സ്റ്റാർട്ടർ ബേസ് ആണ് സ്റ്റാർട്ടർ 1. ആൻഡ് ടാസ്ക് നമ്പർ 3 ആണ് കസ്റ്റം വില്ലേജ്. ടാസ്ക് നമ്പർ 2 ഒരു പെറ്റിന്റെ ഒരു ഹൗസ് ഉണ്ടാക്കുക. അത് ഞാൻ വിചാരിക്കണത് മൊത്തമായിട്ട് ഒരു ഐലൻഡ് അതിന് വേണ്ടി ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടർ ബേസിന്റെ സൈഡിലായിട്ട് ഇവിടെയായിട്ട് നമ്മുടെ ഈ സാൻഡിന്റെ അവിടെയായിട്ട് ഒരെണ്ണം ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ വിചാരിച്ചു വെച്ചാൽ സ്റ്റാർട്ടർ ബേസിന്റെ ഐഡിയാസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരെ പോവാം. ആൻഡ് നമ്മുടെ കസ്റ്റം വില്ലേജിന്റെ പരിപാടികൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. ബട്ട് ടാസ്കിനെ ബന്ധപ്പെട്ടല്ല അത് വരുന്നത്. ബിക്കോസ് ഫുഡ് കഴിക്കട്ടെ, ഹെൽത്ത് ഹങ്കർ പറഞ്ഞത്. ഓക്കെ, അത് ടാസ്ക് ബന്ധപ്പെട്ട ഹൗസ് അല്ല, അത് മറ്റേ കസ്റ്റം വില്ലേജ് ബന്ധപ്പെട്ട ഹൗസ് അല്ല. ബട്ട് ബ്രീഡർ ആണ് ഒരു ഹൗസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കും. അത് കസ്റ്റം വില്ലേജിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതാണ് നമ്മൾ വിചാരിച്ചു ചെയ്യുന്നത്. ബട്ട് ബ്രീഡർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. സോ അത് നമുക്ക് വലിയൊരു സംഭവം, വലിയൊരു ബിൽഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ കസ്റ്റം വില്ലേജ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഹൗസസ് ആണല്ലോ ഉണ്ടാക്കാം. സോ അപ്പം മറ്റേ പറയുക, ബ്രീഡർ നമ്മൾ വലിയ ലേഔട്ട് ആയിരിക്കും. സോ ബിൽഡ് ചെയ്യുമ്പോൾ വലിയ വീടായിട്ട് വരും. ബട്ട് നമ്മൾ ഷോർട്ട് ആക്കി എടുക്കാൻ നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, സോ നമുക്ക് നേരെ അതിനുള്ള റിസോഴ്സസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല. നമ്മുടെ ഡയമണ്ട് ആർമർ പോയി, എല്ലാം പോയി. നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ബ്രീഡർ ഉണ്ടാക്കാനും സ്റ്റാർട്ടർ പീസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനത് ഇൻവെന്ററിയിൽ വെച്ചിട്ട് മൈനിങ്ങിന് പോയി. നമ്മുടെ മൈനിങ് ഏരിയ ഇതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. അടിയിലേക്ക് ഒരുപാട് പോയ വാർഡിൻ്റെ ആ സ്ഥലത്തേക്ക് എത്തും. സോ നമ്മൾ അങ്ങനെ പോകുന്നില്ല. സോ നമുക്ക് ഇവിടുന്ന് നേരെ മൈൻ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാം. എന്നിട്ട് പ്ലേറ്റിലെത്തിയിട്ട് സ്ട്രേറ്റ് മൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ അതാണ് വിചാരിച്ച് വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു കേവ് ഒക്കെ നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ നമുക്ക് മൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ വിചാരിച്ചു വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു ബ്രീഡർ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാം. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആർമറിന് ഫോക്കസ് ചെയ്യുന്നില്ല. ഇന്ന് എനിക്ക് ടൈമില്ല. സോ നമ്മൾ ആർമറിന് ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ബ്രീഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ആൻഡ് ദിസ് ഇസ് അവർ ഫസ്റ്റ് വുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വുഡാണ്. സോ നമ്മൾ സ്പോൺ ഏരിയ ഒക്കെ ഉണ്ട്. അത് നമ്മൾ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് കാണിച്ചു തരാം. അല്ല, അടുത്ത എപ്പിസോഡല്ല, നമ്മൾ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഡയമണ്ട് ആർമർ ഉണ്ടാക്കി ഒരു ഒരു നെതർ പോർട്ടൽ സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് നെതർ പോർട്ടൽ വഴി സ്പോണിലേക്ക് പോകണം. ബിക്കോസ് ഇവിടുന്ന് ഭയങ്കര ദൂരമുണ്ട് സ്പോണിലേക്ക്. സോ നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. ആൻഡ് ഈ 3 ഐലൻഡാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സെറ്റപ്പ് ആകുന്നതായിരിക്കും. അത് നമ്മുടെ അപ്കമിങ് എപ്പിസോഡ്സ് ആയിരിക്കും. ആൻഡ് ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇങ്ങനെ ഓക്കെ, സോ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചു വെച്ചാണ്. നമ്മുടെ സ്റ്റോൺ ഇരിക്കുന്നുണ്ട്. ബട്ട്
സ്റ്റോൺ തികയത്തില്ല. സോ നമുക്ക് കുറച്ച് വുഡ് വേണ്ടി വരും. അതിനാണ് നമ്മൾ ഇത് ഇവിടുന്ന് ഇതാക്കി വെച്ചത്. 1 minute guys. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ ആക്സ് ഇല്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആക്സ് ഇല്ല. ആൻഡ് നമ്മുടെ കയ്യിൽ ഒരു പ്ലാങ്ക്സ് ഒരെണ്ണം കൂടി ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ആക്കിയിട്ട് നമുക്കൊരു ആക്സ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ആക്സ് അങ്ങ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വുഡൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. ഓക്കെ സോ അവിടെയൊന്നും വളർന്നിട്ടില്ലല്ലോ. ട്രീ ഇനി വളരാനുണ്ട്. സോ നമ്മുടെ ഉള്ള ട്രീ വെച്ച് നമുക്ക് എടുക്കാം. സോ നമ്മൾ ഈ 3 ഐലൻഡിൽ കുറച്ച് ട്രീസ് ഉണ്ടായില്ല. ഈ ഐലൻഡിൽ ഉണ്ടായില്ല. നമ്മൾ ആ ഐലൻഡ് കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ബേസ് ഉണ്ടാക്കാനുള്ളത്. സോ അപ്പോൾ ഫ്ലാറ്റ് ആക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഇത് കിട്ടി. ആൻഡ് 2 മെലൻ നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ആൻഡ് കുറച്ച് വീറ്റും നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഫുഡിനായിട്ടാണ് നമ്മൾ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളത്. എൻ്റെ ഇവിടെ ഇത്ര സ്ഥലത്ത് കിട്ടാണ്. ഓക്കെ, സോ നമ്മളൊരു സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് കേട്ടോ. KMS സീസൺ 1 എന്ന് പറഞ്ഞ സെർവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ബട്ട് ജൂലൈ 4th നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേണ്ടവർക്ക് എന്തായാലും ജോയിൻ ചെയ്യാൻ ഞാൻ ഡിസ്കോർഡിൻ്റെ ലിങ്ക് ഞാൻ നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, സോ വേണ്ടവർക്ക് നേരെ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചുമ്പോൾ മലയാളം മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിനെ തിരിച്ചു കൊണ്ടുവരലാണ്. ഇപ്പോൾ കുറേ സർവേഴ്സ് വന്നിട്ടുണ്ട്. കിമിക്സ് സീസൺ 5 പോയതോടെ മിക്ക മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സും മൈൻക്രാഫ്റ്റ് ഒക്കെ നിർത്തി. മൈൻക്രാഫ്റ്റ് അങ്ങനെ കളിക്കാറില്ല. കുറേ പ്ലേയേഴ്സ് അവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് എൻ്റെ സെർവറിൽ. സോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ വരുമാനമില്ലാത്തതിന് സീസൺ 1 നമ്മൾ ഫ്രീ ആട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ, യൂട്യൂബ് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വരുമാനം കിട്ടുമ്പോൾ നമുക്ക് നേരെ സീസൺ 2 ഒരു പെയ്ഡ് ആക്കാൻ നോക്കാം. സോ വേണ്ടവരെന്തായാലും നേരെ ജോയിൻ ചെയ്യാം. നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സിനൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ഇതാക്കിയിട്ടുണ്ട്. നമ്മൾ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. സോ വേണ്ടവരെന്തായാലും കയറുക ഗൈസ്. ഓക്കെ, സോ ഇത് വളരുന്നില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ വ്ലോഗ് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് ആക്കാൻ പറ്റത്തില്ല. ആൻഡ് ബ്രീഡർ ടെമ്പററി ഉണ്ടാക്കാനും പറ്റത്തില്ല. സോ വിചാരിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നില്ല. നമ്മുടെ കയ്യിൽ സിൽക്ക് ടച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്റ്റോൺ മൈൻഡ് ചെയ്യാനും പറ്റില്ല. നമ്മുടെ കയ്യിൽ ആകെ ഇച്ചിരി സ്റ്റോണേ ഉള്ളൂ. അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കില്ല, പ്രതീക്ഷയില്ല ഗൈസ്. ഓക്കെ, സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന റിസോഴ്സസ് ഒക്കെ ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്പോഴത്തേക്കും നേരെ പോയിട്ട് ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രീഡറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. യെസ് ഗൈസ്, ദിസ് ഇസ് അവർ ബ്രീഡർ. എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ലൊരു ഭംഗിയായി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഉദ്ദേശിച്ച രീതിയൊക്കെ മാറ്റി ഇങ്ങനത്തെ ഒരു രീതിയാക്കി. അപ്പോൾ നമ്മുടെ കസ്റ്റം വില്ലേജ് ടൗണ് വരുമ്പോൾ അതിൻ്റെ മെയിൻ വലിയൊരു വീടായിരിക്കും ഇത്. ചുറ്റും ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് വരും. ഞാനിത് ഫ്ലാറ്റ് ആക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. ബട്ട് അത് ഞാൻ മാറ്റി. ഇതിങ്ങനെ ഇരുന്നോട്ട് ഇങ്ങനെയൊക്കെ ചാടി പോകാൻ. എന്നിട്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു സ്ലാബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് കയറാൻ പറ്റിയ രീതിയിലൊക്കെ സെറ്റപ്പ് ആക്കാം. ആൻഡ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ ഒരുപാട് ചത്തിട്ട, കാരണം ക്രീപ്പർ വന്നു, സോംബി വന്നു, രാത്രിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ആൻഡ് ദിസ് ഇസ് അവർ ബ്രീഡർ ഇൻറ്റീരിയർ. ഇതാണ് നമ്മുടെ ബെഡ് വയ്ക്കുന്ന സ്ഥലം. ആൻഡ് ഇതാണ് നമ്മുടെ ട്രാപ്പ് ഡോർ, ട്രാപ്പ് ഡോർ. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രീഡർ എന്ന് പറയുന്നത്. 2 വില്ലേജർ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്യാരറ്റൊക്കെ സെറ്റപ്പാക്കി ഇവിടെ ഇടാനുണ്ട്. ആൻഡ് നമ്മുടെ ഈ ചിക്കൻ, സോ അത് നോക്കിയേക്കാം. ഇവിടെ ഓക്കെ. ആൻഡ് നമുക്കിനി കുറച്ച് ഗ്ലാസ് ഒപ്പിക്കണം. ബിക്കോസ് ഇപ്പം ഞാൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ല. ബിക്കോസ് നമുക്ക് ആ കളക്ഷൻ സിസ്റ്റത്തിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടില്ല, ഇത്രയും ചെയ്തിട്ടുള്ളൂ. സോ അതിന് ആയിട്ട് ഗ്ലാസ് ഒപ്പിക്കണം, എന്നാലേ നമുക്ക് സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ. സോ അത്രയും വരെ വെയിറ്റ് ചെയ്യണം. യെസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാൻ നോക്കണം. ഓക്കെ, ഈ ക്രീപ്പറിന് ഞാനുണ്ടല്ലോ അടുത്തു. ഓക്കെ, ആൻഡ് നാളത്തെ എപ്പിസോഡൊക്കെ ആയിട്ട് നമുക്കൊരു ഒരു ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അല്ലെങ്കിൽ ഡയമണ്ട് ടൂൾസോ അല്ലെങ്കിൽ നെതർ പോർട്ടിൽ കയറാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് എന്തെങ്കിലും സ്റ്റാർട്ടർ പ്രൈസ് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും സെറ്റപ്പ് ആക്കാം. ഓക്കെ, സോ ഇവിടെ ആയിട്ട് ഫെൻസ് വെക്കണം. സാധാ ഫെൻസ് വെക്കണം. എന്നിട്ട് ഇതിൽ കൂടി നമ്മുടെ ഔട്ട്പുട്ട് വരാൻ പോകുന്ന റെയിലൊക്കെ വെച്ചിട്ട്. ആൻഡ് നമുക്കൊരു അയൺ ഫാം കൂടി ബിൽഡ് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് എപ്പിസോഡ് 3 എത്തി. ഓക്കെ,
സോ നമ്മുടെ ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ നമ്മുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.